എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ പൊട്ടിത്തെറിയാണ്. അതിനാവശ്യമായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഒരു കോഴിമുട്ട, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. അതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചേക്കണം. ചിക്കൻ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കട്ട് ചെയ്ത് വെച്ചേക്കണം ചിക്കനിലോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കണം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിത് ഈ ചിക്കൻ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരോട് ചില്ലി ചിക്കൻ പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ആ എല്ലെല്ലാം ഒന്നുകൂടി മാറ്റിയിട്ട് എല്ലില്ലാത്ത പീസ് മാത്രം എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതേ ഒരു മുട്ടയും കൂടി ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കോഴിമുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ വറുക്കുമ്പോഴേക്കും ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വെക്കണം കേട്ടോ, ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് എടുത്ത് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി അടപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ പുരട്ടി വെച്ചേക്കണം മസാല, ഇത് ചിക്കനും ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കണേണ്. ഇതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കണത്. സ്റ്റാദത്തിന് കൊണ്ടുപോകാൻ വേണ്ടി എരിവായിരിക്കുമല്ലോ നമ്മൾ സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടേക്കണോണ്ടാണ് ഈ കളർ കേട്ടോ. നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഞാൻ ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം അരിഞ്ഞെടുക്കാം. സവാളയൊക്കെ കുറച്ച് ചെറുതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ ആവശ്യമായിട്ടുള്ളത് ഇടിച്ചമുളക് വേണം. ഇടിച്ചമുളകാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇത് 2 പൊടികൾ മാത്രം മതി. പിന്നെ നമുക്ക് അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചിട്ട് നമുക്ക് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണം ഈ സവാള, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തപ്പോഴേക്കും ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. പിന്നെ ഞാൻ ഈ സവാളയ്ക്ക് ഒന്ന് മുരിഞ്ഞിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴറ്റി കഴിയുമ്പോൾ മുരിഞ്ഞൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഈ പൊടികളായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണം ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാം മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ ഈ എടുത്ത് വെച്ചേക്കണ ചിക്കനൊക്കെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനും ഈ മസാലയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതാണ് ഇതിലായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനം. അപ്പോൾ നമുക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണേട്ടോ അതിലോട്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാത്തവർ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിത് മിക്കപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ചിക്കൻ കറി വെക്കണതിന് കൂടുതൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് അടുത്ത